രോഗം നമുക്ക് നേരത്തെയും നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുള്ള രോഗമാണ്. അതിന്റെ സവിശേഷത എന്ന് വെച്ചാൽ ഒന്ന്, അതിന് വളരെ ക്ലോസ് സമ്പർക്കമുള്ളവർക്ക് പകരാം. പിന്നെ അതിന് നീണ്ട ഒരു ഇൻക്യുബേഷൻ പീരീഡ്, ശരാശരി 10 ദിവസം അങ്ങേയറ്റം 21 ദിവസം വരെ ഒരു ഇൻക്യുബേഷൻ, അതായത് കഴിഞ്ഞാൽ പിന്നെ ലക്ഷണം വരാവുന്ന ഒരു പീരീഡ് അത്രേ ഉള്ളത് കൊണ്ട് ഇതൊരു വ്യക്തിപരമായ അസുഖത്തിന് പുറമെ ഒരു പൊതുജനാരോഗ്യ പ്രശ്നം തന്നെയാണ്. അപ്പൊ ആ സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ കുറെ പേരെ കോണ്ടാക്ട് ലിസ്റ്റ് കണ്ടുപിടിച്ച് അവരോട് ഐസൊലേഷനിൽ ഒന്നിക്കുക, ലക്ഷണമില്ലാത്തവരെ വീട്ടിൽ, ലക്ഷണമുള്ളവരെ ഹോസ്പിറ്റൽ മുതലായ രീതിയിൽ ഐസൊലേഷൻ നിർദ്ദേശിക്കുന്നത്. അതിന് പുറമെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതും പൊതുജനങ്ങളുടെ ഒരു സഹായത്തിന് വേണ്ടിയാണ്. കാരണം ആ റൂട്ട് മാപ്പുമായിട്ട് ടൈമും സ്ഥലവും മാച്ച് ചെയ്തുള്ളവർ കൂടുതൽ ജാഗ്രത ഉണ്ടാവുകയും അവര് ഈ വിശേഷം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഈ രോഗത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ സഹായകരമായ ഒരു സ്റ്റെപ്പാണ്. അപ്പൊ ഈ കാര്യത്തിലൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യ പ്രവർത്തകർ താഴോട്ട്, ഫീൽഡ് ലെവൽ ആരോഗ്യ പ്രവർത്തകർ വഴി നമ്മൾ ഡോക്ടർമാർ താഴോട്ട് തരുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കണം. താൽക്കാലികമായ അസൗകര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം കണ്ടെയ്ൻമെന്റ് സോൺ, യാത്രാ നിയന്ത്രണങ്ങൾ ആ ഭാഗത്ത് വരുന്നുണ്ട്, ഐസൊലേഷനിൽ ഇരിക്കണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ വീട്ടിൽ മുടങ്ങിയിരിക്കും. പക്ഷെ അതൊക്കെ സഹിച്ച് താൽക്കാലികം ഒരു പൊതുജന നന്മ മുൻനിർത്തിക്കൊണ്ടും അല്ലെങ്കിൽ ഫാമിലിയുടെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ട് അതെല്ലാം പാലിക്കണം. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും അസൗകര്യങ്ങളോ പ്രയാസങ്ങളോ സംശയങ്ങളോ അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ സംശയ നിവാരണ ദിശയുണ്ട്, ചെറിയ ചെറിയ രോഗ കൺസൾട്ടേഷൻസിന് സഞ്ജീവനി സിസ്റ്റം ഉണ്ട്. എന്തെങ്കിലും മാനസിക ടെൻഷനോ ഒരു ആങ്സൈറ്റി സ്വാഭാവികമായിട്ടുണ്ടാകാവുന്നത് അത് പരിഹരിക്കാനും സഹായിക്കാനും ഒരു കൈത്താങ്ങായിട്ട് നമ്മുടെ സൈക്കോളജിക്കൽ സപ്പോർട്ട് ടീംസ് വളരെ വിപുലമായിട്ട് 24/7 അവരവിടെ ഉണ്ട്. 24 മണിക്കൂറും അവരെ ലഭ്യമാണ് ഫോണിൽ കൂടെ. പിന്നെ ഏത് സംശയം ഉണ്ടെങ്കിലും ആ ഫീൽഡ് ഏരിയയിലുള്ള ഡോക്ടർമാരും അവരിൽ കൂടെ ഉള്ള സംശയ നിവാരണം അത് നടത്തിത്തരും. പിന്നെ കിടത്തി ചികിത്സിക്കുന്നവർക്കാണെങ്കിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ചികിത്സാ രീതികളാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ തന്നെ കൊടുക്കുന്നത് ഈ പേഷ്യൻസിന്. ഹോപ്പ്ഫുള്ളി അത് ആ വിധത്തിൽ നമുക്ക് അധികം പ്രയാസങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആളുകൾക്ക് സംബന്ധിച്ച് അവർക്കൊരു ആശങ്കയാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ട്. ഈ പഴയ ഹിസ്റ്ററിയൊക്കെ എടുക്കുമ്പോൾ ആ ഒരു പേടിയാണ് അവർക്കുള്ളത്. ശരിക്കും പേടിക്കേണ്ട ഒരു കാര്യമില്ല, ജാഗ്രതയാണ് കൃത്യമായിട്ട് പാലിക്കേണ്ടത്. അതെ, കൃത്യമായിട്ട് അത് തന്നെയാണ് ആ വാക്ക്. കാരണം പേടിച്ച് നമ്മൾ വെപ്രാളത്തിൽ വളരെ വല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ആങ്സൈറ്റി എല്ലാം ഒഴിവാക്കി ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ജാഗ്രത മെയിൻ അറിവാണ് ഇതിനകത്ത് ഏറ്റവും എസെൻഷ്യൽ. അപ്പൊ അറിവ് നമ്മൾ കൃത്യമായിട്ട് ആരോഗ്യവകുപ്പ് എല്ലാ സ്ഥലത്തും നമ്മൾ IEC വഴി കൊടുക്കുന്നുണ്ട്, അല്ലെ, മീഡിയ വഴി എല്ലാം അറിയിപ്പ് കൊടുക്കുന്നത് എന്തൊക്കെയാണ് അറിവുകൾ. ഇപ്പൊ ഉദാഹരണത്തിന് പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ പഴവർഗ്ഗങ്ങൾ അടച്ചിങ്ങനെ നമ്മൾ തീരെ തൊടാതിരിക്കുക, അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും പക്ഷിയിലെ അല്ലെങ്കിൽ ഒരു ബൈറ്റ് മാർക്സ് കടിച്ചിരിക്കുന്നതോ കാറിയതോ ആയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ നമ്മൾ തൊടാതിരിക്കുക, താഴെ വീണ് കിടക്കുന്നത് എടുത്ത് കഴിക്കാതിരിക്കുക, ഒരു കഷ്ണം മുറിച്ച് മാറ്റി ബാക്കി ഉപയോഗിക്കാതിരിക്കുക. അങ്ങനത്തെ ഏതെങ്കിലും അറിയാതെ തൊട്ട് നമ്മൾ കയ്യിൽ എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് കടിയിലെ മാർക്കുണ്ടെങ്കിൽ നമ്മളത് ഉടനെ കളഞ്ഞ് നമ്മൾ പിന്നെ സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് കൈ കഴുകുക. ഈ വിധത്തിലുള്ള കാര്യങ്ങളാണ്. അതുപോലെ വീണ് കിടക്കുന്ന എന്തെങ്കിലും വവ്വാലുകളോ കുട്ടികളോ അങ്ങനെ എന്തെങ്കിലും അതിന്റെ വവ്വാൽ കുട്ടികൾ അങ്ങനെ മറ്റു പക്ഷികളോ മറ്റു മൃഗങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു വടി ഉപയോഗിച്ച് നമ്മൾ സൈഡിലേക്ക് നീക്കി അതിനെ സംസ്കരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കുക, അതിനെ പ്രോസസ് ചെയ്യുക. ആ വിശേഷം നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഏരിയൽ ഫീൽഡ് ഹെൽത്ത് വർക്കേഴ്സിനെ അറിയിക്കാം. അപ്പൊ ഈ വിധത്തില് നമ്മൾ ആങ്സൈറ്റി വേണ്ട. പിന്നെ ക്ലോസ് ആയിട്ട് സമ്പർക്കമുള്ളവർക്കാണ് ഇത് പകരുക സാധാരണ, ഏറ്റവും ക്ലോസ്. അപ്പൊ നമ്മൾ ഇപ്പൊ ആ ഏരിയയിലുണ്ട്, അപ്പൊ എല്ലാവരും പേടിക്കണം എന്നുള്ളത് നമുക്ക് ആ ടൈമും ഐഡന്റിഫൈ ചെയ്ത വ്യക്തികളുമായിട്ട് ക്ലോസ് സമ്പർക്കം വന്നവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഒരു ഏരിയ മുഴുവൻ എല്ലാവർക്കും നമുക്ക് വരുമോ എന്നുള്ള പേടി ഒരിക്കലും വെക്കേണ്ട. രോഗിയുടെ അസുഖം മൂർച്ഛിച്ച് മോശമാകുമ്പോൾ സ്രവങ്ങളുമായിട്ട് ക്ലോസ് സമ്പർക്കം വരാൻ സാധ്യത എപ്പോഴും പരിചരിക്കുന്നവർക്കായിരിക്കും. അപ്പൊ നമുക്കറിയാം ആരോഗ്യ പ്രവർത്തകരാണ് കൂടുതൽ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളത്. അപ്പൊ ആ വിധത്തില് പിന്നെ ഒരു ലാസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വവ്വാൽ എന്നുള്ള നമ്മൾ അതിന്റെ സോഴ്സ് പലപ്പോഴും വവ്വാൽ എന്ന് പറയുമ്പോൾ ഈ വവ്വാലുകളെ പേടിപ്പിക്കുകയോ കൂട്ടത്തോടെ പടക്കം പൊട്ടിച്ചോ തല്ലി ഓടിക്കുന്ന ആ രീതിയിൽ ഒരു ബഹളം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. കാരണം വവ്വാലുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഡിസ്ലോഞ്ച്ഡ് അല്ലെങ്കിൽ അതിനെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ അതിന് കുറെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഇതിന്റെ അതിനകത്ത് ചിലപ്പോൾ ഒരു 10,000 വവ്വാല് ചിലപ്പോൾ ഒന്നിനായിരിക്കും ഉള്ളത്. പക്ഷെ അതിൽ നിന്നുള്ള എക്സ്ക്രീഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്, അത് കൂടുതൽ ഏരിയാസിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വവ്വാലുകളെ മൊത്തമായിട്ട് എല്ലാവരും കൂടെ പേടിപ്പിക്കുകയോ പടക്കം പൊട്ടിക്കുകയോ തീ കൂട്ടുകയോ ശബ്ദം ഉണ്ടാക്കി പറപ്പിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതായിരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.